വീണ്ടും വയനാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ ജനകീയ തെരച്ചിൽ ഇന്ന് നടക്കുകയാണ്, ഇന്നും തുടരുകയാണ്. ഇപ്പോൾ മുണ്ടക്കയിൽ നിന്നും അനൂപ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനൂപ്, ഗുഡ് മോർണിംഗ്. മുണ്ടക്കയിലാണ് ഉള്ളത്. നമ്മൾ ചൂരൽമലയിലും പുഞ്ചരിമട്ടത്തും പോയി അവിടെ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നും സ്വാലിഹും സനോജും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് മുണ്ടക്കയിലെ കാര്യങ്ങളാണ് അറിയേണ്ടത്. എങ്ങനെയാണ് മുണ്ടക്കൈ മേഖലയിൽ തെരച്ചിൽ ഉദ്ദേശിക്കുന്നത്? പൊതുവിൽ ഒരു രീതിയാണ് ഇന്നത്തെ ജനകീയ തെരച്ചിലുള്ളത്. അത് പുഞ്ചിരിമറ്റം മുതൽ താഴെ ഇതിന് ഈ ചൂരമലപ്പുഴയ്ക്ക് താഴെ വരെ ഭാഗം ഉള്ള ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ എല്ലാ മേഖലയിലും ഈ ജനകീയ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ സേനാ വിഭാഗങ്ങളും എല്ലാവരും ഒരേ വിധം തെരച്ചിലിനിറങ്ങും എന്നുള്ളതാണ്. സേനാ വിഭാഗങ്ങൾ പ്രത്യേകിച്ച്, അതോടൊപ്പം ജനങ്ങളുടെ സന്നദ്ധ സംഘടനകളുടെയും മറ്റും പ്രതിനിധികൾ, അതോടൊപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ ഈ മേഖല ഞാൻ ഈ താഴെ മുണ്ടക്കൈ അല്ലെങ്കിൽ മുണ്ടക്കയുടെ തൊട്ട് ചേർന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഇന്ന് തെരച്ചിൽ നടത്തുന്നത് ആ വീടുകളിലും മറ്റുമുള്ള, അതായത് അപ്പുറത്ത് കാണുന്ന ആ വീടുകളിലെ അവിടെ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോയവരുണ്ട്. അവർ വീണ്ടും ഇവിടെ എത്തി ഈ ഇന്ന് നടക്കുന്ന തെരച്ചിൽ പങ്കെടുക്കും. ആ വീടുകൾ, ആ ദൂരെയുള്ള വീടുകളിൽ കാണുന്നവർ, അവർ ആ മേഖലയിൽ ഉള്ള സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അതായത് അതിനു തൊട്ട് ചേർന്ന് എത്ര വീടുകളുണ്ടായിരുന്നു, എത്ര പേർ നഷ്ടപ്പെട്ടു, എത്ര പേരെ കാണാനില്ല എന്നുള്ള വിവരങ്ങളെല്ലാം അധികൃതർക്ക് നേരത്തെ തന്നെ നൽകിയതാണ്. അവർക്ക് ഇതുവരെയും ഇവിടേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവർ എത്തി നൽകുന്ന വിവരങ്ങൾ ഈ തെരച്ചിലിനൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അത് തെരച്ചിലിന് സഹായിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ ഇന്നത്തെ തെരച്ചിൽ ഈ വിധം ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അത് നടന്നിരുന്നുവെങ്കിലും പ്രധാനമന്ത്രി എത്തുന്ന സാഹചര്യത്തിൽ അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഒരു പൂർണ്ണ സമയവും അതിനായി വിനിയോഗിക്കാൻ സാധിച്ചില്ല. ഇന്ന് രാവിലെ മുതൽ എനിക്ക് തോന്നുന്നത് ഒരു 8 മണി 8:30 മുഴുവൻ മേഖലകളിലേക്കും ആളുകളെ വിന്യസിച്ച് കഴിയും. 8:30 തന്നെ ഈ തിരച്ചിൽ പൂർണ്ണാർത്ഥത്തിൽ അത് നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അല്പസമയം മുൻപ് ചൂരൽമലയിൽ നിന്ന് ആളുകളെ ഘട്ടം ഘട്ടമായി രജിസ്റ്റർ ചെയ്ത് ഇവിടേക്ക്, ഈ മേഖലയിലേക്ക് ഓരോ സംഘങ്ങളായി നിയോഗിക്കുകയാണ്. ഈ ഫയർഫോഴ്സ് അല്ലെങ്കിൽ NDRF പോലുള്ള സംഘങ്ങളും കൂടിയുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് അവരെ പ്രത്യേക വിഭാഗങ്ങളാക്കി തന്നെ ഈ പുഴ എത്തിത്തരുന്ന ചില ദുർഘട മേഖലകളുണ്ട്, അവിടേക്കും. അതോടൊപ്പം പ്രധാനപ്പെട്ട കാര്യമാണ്, ഏറ്റവും താഴ്വാര മേഖലയിലുള്ള, അതായത് ചാലിയാർ പുഴ ഉത്ഭവിക്കുന്ന അവിടം വരെയുള്ള, അല്ലെങ്കിൽ ആ മേഖലകളിൽ ഈ നിലമ്പൂർ വനമേഖലയോട് ചേർന്നുള്ള പരപ്പമ്പറ സെറ്റിൽമെൻ്റൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്ത് വനമേഖലയിൽ ഒരു വ്യാപകമായ തെരച്ചിൽ ഇന്ന് നടക്കുമെന്നാണ് അറിയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഏറ്റവും ഒടുവിൽ നടത്തിയ തെരച്ചിലിൽ പോലും അവിടെ നിന്ന് മൃതദേഹങ്ങളോ മൃതദേഹഭാഗങ്ങളോ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയെ കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ നടത്തണമെന്ന് അവിടേക്ക് കഴിഞ്ഞ ദിവസം പോയ നാട്ടുകാരുൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം 2 മൃതദേഹങ്ങളും 2 മൃതദേഹ ഭാഗങ്ങളും ലഭിച്ചിരുന്നു. അത് നമുക്ക് ആ പ്രദേശത്ത് നടത്തിയ തെരച്ചിലിൽ പ്രത്യക്ഷത്തിൽ കാണാവുന്ന വിധത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാവാം എന്നുള്ളൊരു നിഗമനം ഇപ്പോഴും നാട്ടുകാർക്കുണ്ട്, അല്ലെങ്കിൽ തെരച്ചിൽ നടത്തുന്ന സംഘങ്ങൾക്കുണ്ട്. അവിടെ എത്താനുള്ള തിരിച്ചു വരാനുമുള്ളൊരു ദുർഘട സാഹചര്യമാണ് പലപ്പോഴും അവിടെയുള്ള തെരച്ചിലിനൊരു തടസ്സം. കഴിഞ്ഞ ദിവസം എയർലിഫ്റ്റിംഗ് വഴിയാണ് ആ മൃതദേഹങ്ങൾ ബത്തേരി സെൻറ്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിലെത്തിക്കുകയും അവിടുന്ന് പിന്നെ ഹെലികോപ്റ്റർ റോഡ് മാർഗം ഈ മേപ്പാടി CHസിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. അതൊരു സാങ്കേതികമായിട്ടുള്ളൊരു വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഏതാണ്ട് ഇപ്പോൾ ഈ കാണുന്ന പ്രദേശമുണ്ടല്ലോ, ഈ പ്രദേശം മധ്യഭാഗത്തുകൂടി ഒരു ചെറിയൊരു തോടായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത്. അന്ന് പണ്ടൊക്കെ ഇതിലെ നടന്ന് അപ്പുറത്തേക്ക് കടന്ന് സ്കൂൾ റോഡിലേക്ക് കയറി ചൂരൽമലയിലേക്ക് പോകാൻ പറ്റുന്ന വിധത്തിലായിരുന്നു. ഇതിലേക്ക് നടന്ന് പോകുന്ന ദൂരമായിരുന്നു. ഇതിലേക്ക് ഞങ്ങൾ തന്നെ ഒരുപാട് ഇതിലേ നടന്നു പോയി. വലിയ പാറക്കെട്ടുകളൊക്കെ കാണുന്ന മധ്യത്തിലൂടെ നടന്ന് സ്കൂൾ റോഡിലേക്ക് കയറി താഴോട്ട് പോകാനും മേലോട്ട് പോകാനും ഒക്കെ സാധിക്കുന്നൊരു സ്ഥലമായിരുന്നു. ഇനി അവിടേക്ക് ഇത്രയും ദൂരത്തിലാണ്. ഏതാണ്ട് ഇപ്പോഴതൊരു 500 മീറ്ററോളം അല്ലെങ്കിൽ 400 മീറ്ററോളം ഇപ്പോൾ അത് ഇവിടെ നിന്ന് ആ ഭാഗത്തേക്ക് ഒരു വലിയ ഒരു വിടവുണ്ടായി, അല്ലെങ്കിൽ അവിടേക്ക് എത്താൻ കഴിയില്ല. ഈ മണ്ണൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഈ മണ്ണൊക്കെ ഇവിടെ വന്ന് അടിഞ്ഞതാണ്. ഇപ്പോൾ അതിൽ നടക്കാൻ പോലും പറ്റില്ല. ഒരു ചതുപ്പായി രൂപപ്പെട്ടിരിക്കുകയാണ് ഇവിടെ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഈ കാണുന്ന ഈ കല്ലുകളോ അതുപോലെയുള്ള സ്ഥലങ്ങളോ ഒന്നും തന്നെയില്ല. ഇവിടെ ഇന്ന് ഉൾപ്പെടെ മൃതദേഹഭാഗങ്ങൾ ലഭിച്ചിരുന്നു. നിരവധി മൃതദേഹങ്ങൾ ഈ ഭാഗത്ത്, ഈ മണ്ണ് അടിഞ്ഞ ഭാഗത്ത് നിന്ന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മണ്ണെല്ലാം ഇപ്പോൾ ഒരു ഭാഗത്തുനിന്ന് നീക്കി മറ്റൊരു ഭാഗത്തേക്ക് ഇട്ടതാണ്. ആ മൺകൂനകളായി കിടക്കുന്ന സ്ഥലമെല്ലാം ഇവിടെ നിന്ന് മാറ്റി അപ്പുറത്തേക്ക് മൺകൂനകളായി ഇട്ടതാണ്. ഏതായാലും ഈ ഭാഗത്തും ഒരു വീടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അപ്പുറത്ത് കാണുന്ന വീടുകൾക്ക് ഈ സൈഡിൽ
ഇതിനോട് ചേർന്ന് നിരവധിയായിട്ടുള്ള വീടുകളുണ്ടായിരുന്നു. ആ തകർന്ന വീടുകൾക്ക് പുറമെ ശേഷിച്ച വീടുകൾ മാത്രമാണ് നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത്. അതിന് ഉൾപ്പെടുത്ത നിരവധിയായ വീടുകൾ, അടുത്തടുത്ത വീടുകളായിരുന്നു. ചെറുതും വലുതുമായിട്ട് ഒട്ടേറെ വീടുകളുള്ള ഒരു സ്ഥലമായിരുന്നത്. അവിടെ എല്ലാം മണ്ണ് വീണടിഞ്ഞ് മൂടിക്കിടക്കുന്നൊരു സാഹചര്യമായിരുന്നു. അവിടെ നിന്നെല്ലാം മണ്ണ് മാറ്റി ആണ് ഇപ്പോൾ ആ വീട്, തകർന്ന വീടുകളിൽ പലതിൻ്റെയും ആ ഭാഗത്തു നിന്നൊക്കെ മണ്ണ് മാറ്റിയാണ് അതിനെ രണ്ട് നില വീടിൻ്റെയൊക്കെ താഴ്ഭാഗത്തുള്ള മണ്ണ് പൂർണ്ണമായി മാറ്റിയിട്ടാണ് അത് താഴത്തെ നില കാണാനായത് തന്നെ. ഏതായാലും ഇന്നും അല്പസമയത്തിനകം ഈ മേഖലകളിലേക്ക് ഉൾപ്പെടെ ആളുകളിലേക്ക് എത്തിക്കും. വിവിധ ഗ്രൂപ്പുകളായാണ് എത്തിക്കുക. കഴിഞ്ഞ ദിവസം ഇങ്ങനെ നടത്തിയ ജനകീയ തെരച്ചിലിൽ 2 സ്ഥലത്ത് ഒരു രൂക്ഷഗന്ധം ഉയർന്നതിനെ തുടർന്ന് അവിടങ്ങളിൽ JCB എത്തിച്ചുകൊണ്ടുള്ളൊരു പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അത് കാര്യമായ വിവരമൊന്നും ലഭിച്ചില്ലെങ്കിലും അത്തരത്തിൽ ഉള്ള സൂചനകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജനകീയ തിരച്ചിൽ അനിവാര്യമായി മാറുന്നതും. ഇന്ന് പൂർണ്ണ സമയവും ഈ വിധത്തിൽ തെരച്ചിൽ ക്രമീകരിക്കാനാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. സമാന്തരമായി ഈ താഴേക്ക് പ്രത്യേക ദൗത്യ സംഘങ്ങൾ എത്തിച്ച് ഈ പരപ്പമ്പറ വനമേഖലയിൽ നേരത്തെ മൃതദേഹങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് കൂടുതൽ തെരച്ചിൽ നടത്താനും ആ വിധത്തിൽ തീരുമാനമുണ്ട്. ഏതായാലും ഇന്ന് വൈകിട്ടുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഏകോപന യോഗം ഒരു നിർണായക യോഗമാണ്. അതിലാണ് ഈ ജനകീയ തെരച്ചിലിനെ തുടർന്നുണ്ടായിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തുക. അതിനുശേഷം തുടർ തെരച്ചിൽ ഏത് വിധം നടത്തണം എന്നത് സംബന്ധിച്ച് ഔദ്യോഗിക തീരുമാനമുണ്ടാവും. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏതാണ്ട് ഇവിടെയെല്ലാം ഒരു തിരച്ചിൽ 3-4 ഘട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. മുകൾ ഭാഗത്ത് പുഞ്ചിരിമറ്റം മുതൽ ഈ താഴ്ഭാഗം വരെ ഉള്ള ഇപ്പോൾ ഈ മുണ്ടക്കൈ, അതിന് താഴെയുള്ള ചൂരൽമല വരെ ഏതാണ്ട് വിവിധ ഘട്ടങ്ങളിലായി യന്ത്രഭാഗങ്ങൾ ഉപയോഗിച്ച് ഇവിടെയെല്ലാം വിശദമായ തെരച്ചിൽ നടത്തിയതാണ്. ഇവിടെയെല്ലാം ഒരു 10-15 JCBകൾ ആ കൽക്കൂമ്പാരങ്ങൾക്ക് കീഴെ അടിഞ്ഞ മണ്ണെല്ലാം മാറ്റി അത്രയും JCBകൾ, മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടെ തെരച്ചിൽ നടത്തിയതാണ്. വീണ്ടും ആ തെരച്ചിൽ ഇവിടെ നടക്കുകയാണ്. ഇനി ഏതുവിധം തെരച്ചിൽ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒട്ടേറെ കാര്യങ്ങൾ അതിൽ പൂർത്തിയാക്കാനുണ്ട്. ഇനി എന്താണ് ഇതിന് സാധ്യത, ഇതെല്ലാം വിശദമായി പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ മിലിറ്ററി ആദ്യം തന്നെ ഈ സ്ഥലത്തിൻ്റെ ഡ്രോൺ വഴിയുള്ള ചിത്രങ്ങൾ ശേഖരിച്ച് മുൻപുള്ള ചിത്രങ്ങളെടുത്ത് ആ വീടുകളുടെ എണ്ണം കണക്കാക്കി അതിലുള്ള ആളുകളുടെ എണ്ണം കണക്കാക്കി എല്ലാമാണ് തെരച്ചിൽ നടത്തുക. എല്ലാവിധ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഈ മേഖലയിലെല്ലാം നടന്നത്. അത് ഇനി ഏത് വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം, 2 ആഴ്ച പിന്നിടുന്നു ഈ തെരച്ചിൽ ആരംഭിച്ചിട്ട്. ഇനി എങ്ങനെയാണ് തെരച്ചിൽ കൊണ്ടുപോകേണ്ടത്, ഇനി ഇവിടെ നിന്ന് മൃതദേഹങ്ങളോ ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ, കൂടുതൽ തെരച്ചിൽ ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് നടത്തേണ്ടത് എന്നെല്ലാമുള്ള ഒരു തീരുമാനം ഇന്ന് നടക്കുന്ന ഏകോപന യോഗത്തിൽ ഉണ്ടാവുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആ വിധത്തിൽ ഇന്നും 2 ആഴ്ച പിന്നിടുമ്പോഴും ഈ മുണ്ടക്കൈ, ചൂരൽമല ദുരന്തബാധിത മേഖലകളിൽ തിരച്ചിൽ തുടരുകയാണ്.